എവിടാ അവൻ? ദാ വരുന്നു. വരുന്നുണ്ട്. അല്ല, ഇതെന്താ കയ്യിലൊരു വടിയൊക്കെ ആയിട്ട്? ചുമ്മാ ഒരാളെ തല്ലാനാ. തല്ലാനോ? ആരെ? തന്നെ. എന്നെ തല്ലുന്ന എന്തിനാ? അല്ല, ഇന്നത്തെ പേപ്പർ വായിച്ചാ? വേണ്ട, അതിന് പറയരുത്. ഞാൻ പേപ്പറൊന്നും വായിക്കാറില്ല. എന്നാൽ ഈ പേപ്പർ ഒന്ന് വായിച്ചേ. എനിക്കതൊന്നും ഇഷ്ടമല്ല. മൂന്നാമത്തെ പേജിന്റെ 4ാമത്തെ കോളന്ന് വായിച്ചേ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. എന്തിനാ അത്? വായിക്കണോ? വായിക്കാൻ. ഓ, ഇതാണ് അത്ര വലിയ കാര്യം? ഇതൊന്നും വലിയ കാര്യമല്ല. തനിക്കിത് വലിയ കാര്യമില്ലായിരിക്കും, പക്ഷെ ഞങ്ങളുടെ പണം മറിച്ചില്ലേ? പണം പോകുന്നതിലല്ല, വെറുതെ മനുഷ്യനെ ആശിപ്പിച്ചില്ലേ ചെറ്റ. നിന്റെ ഒന്നും പോയില്ലല്ലോ, പോയത് മുഴുവൻ അപ്പുവേട്ടൻ്റെ അല്ലേ? അത് ശരിയാ, എന്നാലും പണം പോയതിലല്ല എനിക്ക് സങ്കടം, വെറുതെ മനസ്സിനെ ആശിപ്പിച്ചില്ലേ? ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ഉണ്ടാകും. ഞാൻ വേറൊരു സ്കീം തന്നാലോ? ഇതിനേക്കാൾ സൂപ്പർ പ്രോഗ്രാമാ. ഇതിൽ 5000 തരണ്ട, വെറും 1500 ഇട്ടാ മതി. അമ്മേ, ഇതിന് സംഭവിച്ചത് എന്താന്ന് നീ ആദ്യം പറ, എന്നിട്ട് ആലോചിക്കാം അടുത്ത സ്കീം. എന്റെ പൊന്നു ചങ്ങാതിമാര്, ഓ, ഇങ്ങനെയുള്ള കമ്പനികൾ പുതുതായി ഇനി ഉണ്ടാകും. തുടക്കത്തിൽ കുറച്ചു പേർക്ക് പൈസ കിട്ടും, ബാക്കി വരുന്ന കാശുമായി കമ്പനി അങ്ങ് മുങ്ങും. അവർ തന്നെ വേറെ കമ്പനിയായി പൊന്തും. ഇതൊക്കെ അവിടെ സാധാരണയാ. ഒരാളെ പറ്റിച്ചുകൊണ്ടൊന്നും ഇതിലൊന്നും നേടാൻ കഴിയില്ല. 1000 10,000 ലക്ഷമല്ല, കോടിക്കണക്കിന് ആളുകളെ പറ്റിക്കുന്നവനാകണം യഥാർത്ഥ മാർക്കറ്റിംഗ് മാനേജർ. അവനെ എന്തേലും നേടാൻ പറ്റൂ. അവൻ ജീവിതത്തിൽ ഏറ്റവും നേടുന്ന കഴിവ് തൊലിക്കട്ടിയാണ്. അത് ഞാനും നേടിക്കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പണം പോയില്ലേ? പോയി. അതോടെ ഞങ്ങളെ സ്വപ്നങ്ങളും പോയി. ഇത് വലിയ ചതിയായി പോയി, കൊടും ചതി. സുഹൃത്തെ, നമ്മുടെ നാട്ടിൽ കൂടുതൽ പേർ മരിക്കുന്നത് ട്രെയിൻ അടിച്ചോ, കാറടിച്ചോ, മതിലടിഞ്ഞു വീണോ അല്ല. തന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയുടെ മൂല്യം നഷ്ടപ്പെടുമ്പോൾ അതുകണ്ട് സഹിക്കാനാവാതെ ചങ്ക് പൊട്ടിയാണ്. മതി, നിർത്ത്. നമ്മുടെ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം ഉയർത്താനും എല്ലാവരെയും കോടീശ്വരന്മാരാക്കാനും തുടങ്ങുന്ന ഈ ഇന്റർനെറ്റ് ബിസിനസ് ഉപയോഗിക്കുന്ന കോടികളുണ്ടെങ്കിൽ ഒരു വ്യവസായം തുടങ്ങി ഒരുപാട് പേർക്ക് ജോലി കിട്ടില്ലേ? ബെസ്റ്റ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ അറിയുമായിരുന്നെങ്കിൽ നമ്മൾ മലയാളികൾ എന്നേ രക്ഷപ്പെട്ടതിന്. എന്തിന്? ഒരു പണിയുമില്ലാതെ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ വരെ ഇതിൽ കാശിട്ടത്. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ അവിടെ യൂണിയൻ തുടങ്ങാനും കൊടിനാട്ടാനുമല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എളുപ്പത്തിൽ കാശുണ്ടാക്കാനല്ലേ നമ്മൾക്കിഷ്ടം, അധ്വാനിച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഇത് വിട്, നമുക്ക് പുതിയൊരു സ്കീം പിടിക്കാം. ഇനി ഇതേപോലത്തെ സ്കീമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ. ജോലി ചെയ്ത കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. വികസ്വര രാഷ്ട്രമെന്ന് ലോകമെങ്ങും അഭിമാനം പറയുന്ന ഇന്ത്യയിൽ ഇനി വരുന്ന തലമുറ നിങ്ങളെപ്പോലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയും. അധ്വാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് അവർ മനസ്സിലാക്കും. അതെ അപ്പുവേട്ടാ, അതാ ശരി. നമ്മുടെ തലമുറയെങ്കിലും അത് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്വയം അധ്വാനിക്കാൻ, ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാലം ഇവിടെ വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിന് ഒരു സ്വിസ് ബാങ്കിന്റെയും ഷെയർ മാർക്കറ്റിന്റെയും ഒരു മൂല്യത്തിനും കാത്തു നിൽക്കണ്ട. അവരുടെ ഔദാര്യത്തിന്റെ കണക്കും കേൾക്കണ്ട. അപ്പോ ഇതെന്റെ പണമാണ് എന്നുറക്കെ വിളിച്ചു പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിനായി നമുക്ക് ഒത്തുകൂടാം. ചേട്ടാ, പുതിയ സ്കീമുമായിട്ട് ഇനി ഞങ്ങളുടെ മുന്നിലേക്ക് വരരുത് പ്ലീസ്. എന്റെ ചേട്ടാ, 10 ആളെ പറ്റിക്കാതെ നമുക്ക് കിട്ടുന്ന 1 രൂപയ്ക്ക്, നമ്മുടെ വിയർപ്പ് വീണ 1 രൂപയ്ക്ക് നിങ്ങൾ പറയുന്ന കോടിയേക്കാൾ വിലയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് ഈ സ്കീമൊക്കെ ഉപേക്ഷിച്ച് ഇനിയെങ്കിലും അധ്വാനിച്ച് ജീവിക്കാൻ നോക്ക്.
ഇത് വാങ്ങൂ. എന്താ ഇത്? ആരെയും പറ്റിച്ച് കിട്ടുന്ന പണം എനിക്ക് വേണ്ട. ഇത് വാങ്ങൂ. നിനക്ക് ഈ പണം എവിടുന്ന് കിട്ടി? പേപ്പർ ഇടുന്നതിന് എനിക്ക് കിട്ടുന്ന കൂലിയായത്. വേണ്ട, എനിക്കിത് വേണ്ട. നിന്റെ അമ്മയ്ക്ക് വയ്യാതായപ്പോൾ നീ ഇത് വാങ്ങിയതാണെന്ന് എനിക്കറിയാം. നീ ഇതെടുത്തോ. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ്. ഇതിന്റെ പേരിൽ നീ എനിക്ക് ആരെയും പരിചയപ്പെടുത്തി തരണ്ട. ഒരു തൂമ്പ എടുത്ത് കളിക്കാനുള്ള മനസ്സ് അവരെനിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ്. അശോകിന് നല്ല കാലമായി അപ്പു കേട്ടാ. നീ വിഷമിക്കണ്ട. നീ പഠിക്കണം, നന്നായി പഠിക്കണം. അതിനെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. നിന്നെപ്പോലൊരു കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകാൻ നമ്മൾ അധ്വാനിക്കുന്ന പണം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അതല്ലേടാ ഏറ്റവും വലിയ കാര്യം. അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന്റെ മൂല്യം വിലമതിക്കാനാവില്ല. നമ്മുടെ അധ്വാനം കൊണ്ട് അർഹതപ്പെട്ടവർക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ വലിയ കാര്യം. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ അവ പുഷ്പങ്ങളാക്കി മാറ്റാൻ ഒന്നിനെ കഴിയും. ആത്മാർത്ഥമായ അധ്വാനം.